നമുക്കെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഹോബീസ് ഉണ്ടാകും. സ്റ്റാമ്പ് കളക്ഷനോ വ്യത്യസ്ത കറൻസി നോട്ടുകളുടെ കളക്ഷനോ അങ്ങനെ. എന്നാൽ കയ്യിൽ കിട്ടുന്നത് എന്തും ശേഖരിച്ചു വെക്കുന്ന ഒരാളുണ്ട് ഫോർട്ട് കൊച്ചിയിൽ. അതിൽ പഴയ ക്യാമറകൾ മുതൽ പണ്ടത്തെ ടെലിഫോൺ റീചാർജ് കാർഡും പഴയ ടൈപ്പ് റൈറ്റിംഗ് മെഷീനും ഒക്കെ ഈ ശേഖരത്തിലുണ്ട്. വിശേഷങ്ങളല്ലേ ഉള്ളൂ. 24 വർഷം മുമ്പ് ഇറങ്ങിയ ദേവദൂതൻ വന്നു. ഇനി 31 വർഷം മുമ്പ് ഇറങ്ങിയ മണിച്ചിത്രത്താഴ് വരാൻ പോകുന്നു. അങ്ങനെ പഴയതിനെ മൊത്തം പുതുക്കിക്കൊണ്ടിരിക്കുക. പുതുക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതെന്താ? ബാ നമുക്ക് കാണാം. അരുണ് റേഡിയോ കേൾക്കാറുണ്ടോ? പിന്നെ റേഡിയോ കേട്ടാണ് നമ്മൾ വളർന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് റേഡിയോന് ലൈസൻസ് ഉണ്ടായിരുന്നു. ലൈസൻസ്? നമ്മൾ റേഡിയോക്ക് ലൈസൻസ് ഇത് പോസ്റ്റ് ഓഫീസിൽ പോയിട്ടാണ് നമ്മൾ ലൈസൻസ് എടുത്തിരുന്നത്. അത് എല്ലാ വർഷം കൊണ്ട് പുതുക്കണോ? ഇനി എന്താ ഉള്ളത്? അടുത്തതാണ് ഇതൊരു 12 ഫ്രെയിമിൻ്റെ ക്യാമറയാണ്. തലവഴി മുണ്ടിട്ടിട്ട് പണ്ട് സ്റ്റുഡിയോയിലെല്ലാം പടം എടുത്തിരുന്നു. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അപ്പം അതിനുശേഷം പുറത്തേക്ക് വന്നിരുന്ന ഒരു ക്യാമറയാണിത്. മറ്റേത് വലിയ ബോക്സ് ആയിരുന്നു. ഇത് നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മിനിയേച്ചർ. ഇത് ഫ്ലോപ്പി ആയിട്ട് യൂസ് ചെയ്യുന്ന ക്യാമറയാണ്. ഫ്ലോപ്പിയാണ്. പക്ഷേ ഇത് ഒന്നും അറിയില്ല. ഇതാണ് ഡിജിറ്റലിലേക്ക് മാറിയ ക്യാമറ. കാസറ്റ് ടൈപ്പ് ക്യാമറയാണിത്. ഫിലിം എന്ന് വെച്ചാൽ അതൊരു കാസറ്റാണ്. റിസീവറുമായിട്ട് കാസറ്റ് അത് എടുത്തിട്ട് വേണം നമ്മൾ സ്റ്റുഡിയോയിൽ കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ പിന്നെയും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ബാറ്ററിയാണ്. പിന്നെ ക്യാമറ ഫ്ലാഷ് സെപ്പറേറ്റ് ആണ് വരുന്നത്. കല്യാണങ്ങൾക്ക് യൂസ് ചെയ്ത സാധനങ്ങളാണ്. ഇപ്പൊ പിള്ളേരെല്ലാം ഫിലിം കാണുന്നത് മൊബൈലിലേക്കാണ്. പണ്ട് ഫിലിം കണ്ടിരുന്നത് ഇങ്ങനെയാണ്. ഈ സ്പൂളിൽ ഇടും, ലോക്ക് ചെയ്യും, അടുത്ത ഇതിലേക്ക് കണക്ട് ചെയ്യും, എന്നിട്ട് തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്ക്രീനിൽ വിഷ്വല് കാണാൻ പറ്റും. ഗൾഫിൽ പോയതിനു ശേഷം ഉണ്ടായതാണ്. ടെലിഫോൺ ബൂത്തിൽ പോയിട്ട് വേണം നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് വേണം. നമുക്ക് എത്ര രൂപയുടെ കാർഡ്, ഞാൻ പോയത് ഒമാനിലാണ്, നമുക്ക് എത്ര നേരം സംസാരിക്കണം അതനുസരിച്ചുള്ള കാർഡ് മേടിക്കാം. എന്നിട്ട് ഈ മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാർഡ് അങ്ങനെ എല്ലാവരും കളഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്കൊരു പ്രത്യേകത തോന്നി. ഈ കാർഡിന് പലവിധ പടങ്ങളും അവിടുത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ അത് കളക്ഷൻ തുടങ്ങി. അജിലിറ്റി എന്ന് പറഞ്ഞ ഖത്തറിലെ കമ്പനിയിലാണ് ജോലി ചെയ്തത്. അപ്പോൾ അവിടെ ഞാൻ ഹാൻഡിൽ ചെയ്ത എക്സിബിഷൻസ്, എൻ്റെ ജോലി അതാണ്, എക്സിബിഷൻസ് ആണ് ഹാൻഡിൽ. അപ്പോൾ അതിൽ ജോലി ചെയ്ത ഫ്ലാഗ്സ്, അതിൻ്റെ മുകളിൽ എല്ലാവരും സിഗ്നേച്ചർ എടുത്തിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഫോർമുല 1ൻ്റെ റിമ്മും അതിൻ്റെ ഒരു പാട്ടും അതൊരു സൗകര്യമായിട്ട് ജഡ് എന്ന് പോയപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ റെയർ ആണ്. ഇത് എല്ലാവർക്കും കിട്ടുന്ന സംഭവം, വെറൈറ്റിയാണ്. മാരഡോണ സൈൻ ചെയ്ത ഒരു ഫുട്ബോൾ ഉണ്ട്. ഈ കപ്പലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വാസ്കോ ഡി ഗാമ വന്ന വഴിയിലേക്കൂടി, ഇതൊരു സെയിൽ വെസലാണ്, ആ വഴിയിലേക്കൂടി ഈ കപ്പൽ വന്നിട്ട് പോകുന്നതാണ്. അപ്പം കൊച്ചിയിൽ വന്നപ്പോൾ വിസിറ്റ് ചെയ്ത സമയത്ത് ആ കപ്പലിൽ പോകാനുള്ള ഒരു ചാൻസ് കിട്ടി. അങ്ങനെ അവിടുന്ന് കിട്ടിയ സൗകര്യമാണ്. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു ബസ്സിനകത്ത് ഇതെല്ലാം വെച്ചിട്ട്, ഒരു ബസ്സിനകത്ത് വെച്ചിട്ട് എല്ലാ സ്കൂൾസിലും പോയി കാണിക്കാം. To avoid drugs and bring back hobbies. ഫോർട്ട് കൊച്ചിക്കാരൻ വികാസ് ഏട്ടൻ്റെ ഈ കളക്ഷൻസ് കണ്ടില്ലേ? ഇതൊക്കെ പുതുതലമുറയ്ക്ക് പുത്തൻ അറിവ് പകരുന്നതാണ്. നമ്മൾ ഇവിടെ വരെ എങ്ങനെ എത്തിയെന്നറിയാൻ ഉതകുന്നതാണ്. വന്ന വഴിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിരിക്കും പഴയ തലമുറയ്ക്ക്. എന്തായാലും ഇതൊക്കെ അറിയാനും നിങ്ങൾക്കൊരവസരം ഉണ്ടാകട്ടെ. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.